ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പിക്ചറാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഇത്ര നോക്കാൻ എന്നായിരിക്കും വിചാരിക്കുന്നത്. ഈ ഒരു പിക്ചറല്ല നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പിക്ചർ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നാണ് നോക്കുന്നത്. ഇത് നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടാകും. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഈ ഒരു പിക്ചറായിരുന്നു തമ്പനയിൽ ഫോട്ടോ ആയിട്ട് വെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്തതെന്ന്. ഈ ഫോട്ടോ അപ്പോൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് എഡിറ്റ് ചെയ്തതെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ ഒരു പിക്ചർ എങ്ങനെ ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് ഇതിൻ്റെ ഒരു ഒറിജിനൽ പിക്ചർ, ഈ ഒരു പിക്ചർ, പിന്നെ വേണ്ടത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ. തമ്പനയിലിന് ആവശ്യമായിട്ടുള്ള ഇതുപോലെയുള്ള പിക്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൈറ്റിൽ കയറിയാൽ മതി. പൊയാക്സിയൽ എന്നുള്ള സൈറ്റ്, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ഡിസൈനോട് കൂടിയിട്ടുള്ള തമ്പനയിൽ ഫോട്ടോസ് ലഭിക്കും. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുക. ശേഷം നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ഒറിജിനൽ പിക്ചർ സെലക്ട് ചെയ്യാം. ഇതാണ് ഒറിജിനൽ പിക്ചർ വരുന്നത്. ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു പേഴ്സണെ മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനായിട്ട് കട്ട് ഔട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് താഴെ തന്നെ ഇതിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, പേഴ്സൺ, അതുപോലെ ഫേസ്, എയർ, ഹെഡ് എന്ന് കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു പേഴ്സൺ എന്നുള്ള ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്നുള്ള ഭാഗം സെലക്ട് ആയിട്ടുണ്ട്. ഇതിൽ ചെറിയ കറക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതുപോലെ സൂം ചെയ്തിട്ട് പിൻ ചെയ്താൽ സൂം ചെയ്യാൻ സാധിക്കും. സൂം ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കറക്ഷൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു പാർട്ടൊക്കെ നമുക്ക് വേണമെന്നുള്ളത് ഇറേസ് ചെയ്തിട്ട് കറക്റ്റാക്കി കൊടുക്കാം. മാക്സിമം എത്ര കഴിയുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ ഇതിൻ്റെ ഔട്ട്പുട്ട് അത്രത്തോളം തന്നെ ക്വാളിറ്റി നമുക്ക് ലഭിക്കും. ഇപ്പം ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അത്ര പെർഫെക്ഷൻ ഞാൻ നോക്കുന്നില്ല. ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പേഴ്സണെ മാത്രമായിട്ട് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ സേവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പിക്ചർ സേവ് ആയി. ഇനി നമ്മൾ വേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാക്ക് അടിച്ചതിന് ശേഷം ഇത് ഡോണ്ട് സേവ് എന്ന് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്യണം. നമ്മൾ ഫോട്ടോയിലല്ല ഇത് ആഡ് ചെയ്യേണ്ടത്, അതിന് പകരം ഇവിടെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് കാണാം സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻ. ഇത് സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് റീസെൻ്റ്ലി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ ഒരു പിക്ചർ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഈ ഒരു പിക്ചറാണിത്. ഇത് നമുക്ക് സൂമിങ് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡിലെ എഡ്ജ് കാര്യങ്ങളൊക്കെ ഒന്ന് മറക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതിലെ ബോർഡർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്യാം. ഇതിൽ ബോർഡറിൻ്റെ കളർ നമുക്ക് മാറ്റാം. വൈറ്റ് കളർ കൊടുത്തിട്ട് ബോർഡറിൻ്റെ സൈസ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ബോർഡറിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഏകദേശം ബോർഡറൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പിക്ചറും സൈസാക്കി വെക്കാം, കറക്റ്റ് സൈസാക്കി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു കളറിങ്ങും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊന്ന് കളറൊക്കെ കൂട്ടിയിട്ട് ഫേസ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. ശേഷം അപ്ലൈ കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. ഇതിലേക്ക് കൊടുത്തിരുന്നത് വേൾഡ്. അപ്പോൾ വേൾഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഫോണ്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോൺസ് ആണ്. ഇതിൽ പ്രീമിയം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ബാങ്കേഴ്സ് എന്നുള്ള ബട്ടൺ. ഇത് ക്ലിക്ക് ചെയ്തു. വൈറ്റ് കളറിലാണ് ഈ ടെക്സ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കൊന്ന് മാറ്റിയിട്ട് ബ്ലാക്ക് കളറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ലെറ്റേഴ്സ് ഞാൻ ബ്ലാക്കിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോർഡർ കൂടി ഒന്ന് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് ടെക്സ്റ്റ് എടുത്ത് കാണിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിവിടെ സ്ട്രോക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ സെയിം പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. ഈ ഒരു പെൻ ടൂൾ സെലക്ട് ചെയ്ത് നമുക്ക് കളർ മാറ്റാൻ സാധിക്കും. ഇതിൻ്റെ ഒരു എമൗണ്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു കട്ടി കൂട്ടാൻ സാധിക്കും. ശേഷം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇനി അടുത്തൊരു ടെക്സ്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ലാർജസ്റ്റ് രണ്ടാമത്തെ ടെക്സ്റ്റ് ഇതായിരുന്നു. സെയിം അതുപോലെ തന്നെ ഈ കളേഴ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു പെൻ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അപ്പോൾ ഇതാണ് വേൾഡ് ലാർജസ്റ്റ്. ഈ ഒരു രീതിയിലായിരുന്നു ഞാൻ പിക്ചർ സെലക്ട് ചെയ്തത്, ലാർജസ്റ്റ്. ശേഷം എയർപോർട്ട്സ് എന്നാണ് എഴുതിയത്, എയർപോർട്ട്സ്. ഇതിലും അതുപോലെ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ പിക്ചറിൻ്റെ ഔട്ട്പുട്ട് വന്നിരുന്നത്. ശേഷം അപ്ലൈ. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു പിക്ചർ ഔട്ട്പുട്ട് ലഭിക്കും.
പിക്സാർട്ടിലൂടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലെ എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് തമ്പനെയിലിന് മാത്രമല്ല, നിങ്ങൾക്കൊരു ഫോട്ടോ വേണമെങ്കിൽ ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാനും ഉപയോഗിക്കാം. ഇന്നത്തെ ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള പുതുമയാർന്ന വീഡിയോസ് ഒക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.